ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ല? അൽഹംദുലില്ലാ, ഞാൻ എൻ്റെ കുടുംബം ഇവിടെ സുഖമായിട്ടിരിക്കണം. നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായി കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്യണേ, കമൻറ്റും ചെയ്യണേ, ലൈക്കും ചെയ്യണേ. ഞാൻ കുറേ വീഡിയോ എടുത്ത് പിന്നെ ഡിലീറ്റ് ആക്കി, പിന്നെ ഡിലീറ്റ് ആക്കി അങ്ങനെ കളിച്ചുങ്ങാണ്ട് നിൽക്കായിരുന്നു കേട്ടോ. എന്താ പറയുക, എവിടെ തുടങ്ങുക, എങ്ങനെ തുടങ്ങുക എന്നുള്ള രീതിയിൽ അങ്ങനെ നിൽക്കുകയാണ്. ഞാൻ നിങ്ങൾക്ക് ഇപ്പം ഞാൻ വന്നിരിക്കണേ റംസാൻ്റെ വീഡിയോ അല്ലേ. 2 ദിവസം നമുക്ക് വീഡിയോ ഉണ്ടായിട്ടില്ല കേട്ടാ. ഉപ്പാനായിട്ട് ഹോസ്പിറ്റലിൽ പോയിരുന്നു. നാളെ ഇനിയിപ്പോൾ ഉപ്പാനായിട്ട് ഹോസ്പിറ്റലിൽ പോകുന്നുണ്ട്. അത് വേറെ ഞാൻ പിന്നെ പറഞ്ഞിട്ടുണ്ട് എന്താണ് ഏതാണെന്നുള്ളത്. അപ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങൾ ഞാൻ ക്ലിയർ ആക്കാൻ വേണ്ടി വന്നതാണ്. എൻ്റെ കമൻറ്റ് ബോക്സിൽ നമ്മുടെ വീഡിയോൻ്റെ കമൻറ്റിന് താഴായിട്ട് ഒരു നല്ലൊരു കമൻറ്റ് വന്നിട്ടോ. അതിൻ്റെ ഒരു സംശയമാണ് ഒരാളത്. അത് ഫസ്റ്റായി ഞാൻ ക്ലിയർ ആക്കി തരാം. ഉമ്മിപ്പി തൻ്റെ അടുത്താണോ എന്നുള്ളത്. എൻ്റെ ഉമ്മിപ്പി സ്ഥിരമായിട്ട് എൻ്റെ അടുത്തല്ല. എന്നെ കെട്ടിക്കൊടുക്കുന്നത് തിരൂർക്കാണ്. ഞാൻ പറഞ്ഞിരുന്നല്ലോ, തിരൂർക്കാണ് കല്യാണം കഴിച്ചത്. ഞാൻ മുന്നത്തെ വീഡിയോയിലും പറഞ്ഞിരിക്കണമല്ലോ. എൻ്റെ ഉമ്മാൻ്റെ ഉപ്പാൻ്റെ വീട് വളാഞ്ചേരിയാണ്, അവരവിടെയാണ്. പക്ഷെ ഇപ്പോൾ ഉപ്പാക്ക് പെട്ടെന്ന് സുഖമില്ലാതായിട്ട് ഗൾഫിൽ നിന്ന് വന്നതാണ്. അപ്പോൾ ഇപ്പം പല ചികിത്സ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഉമ്മാക്ക് ഒറ്റയ്ക്ക് കൊണ്ടുനടക്കാനും കൊണ്ടുവരാനും വയ്യാഞ്ഞിട്ട് എൻ്റെ അടുത്ത് വന്ന് നിൽക്കുകയാണ്. ഞങ്ങളെ വീട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാട്ടിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ പെട്ടെന്ന് അവിടുന്ന് വണ്ടിയും കാര്യങ്ങളൊന്നും കിട്ടില്ല. അപ്പോൾ ഇവിടുന്ന് പെട്ടെന്ന് അങ്ങോട്ട് കൊണ്ടുവന്ന് ചെയ്യാമെന്ന് വിചാരിച്ചുകൊണ്ട് ഇവിടെ വന്ന് നിൽക്കുകയാണ് എൻ്റെ ഉമ്മാക്ക്. അപ്പം നിങ്ങൾ ഉദ്ദേശിക്കും വേറെ മക്കളാരും ഇല്ല എന്നുള്ളതുള്ള ചിന്ത നിങ്ങൾക്ക് വന്നുകൂടാ? ഇല്ല. എൻ്റെ ഉമ്മാക്ക് 2 മക്കളാണ്. ഒരാൾ പുറത്താണ്, എനിക്ക് 21 വയസ്സായിട്ടുള്ളൂ. എൻ്റെ ആങ്ങള പിന്നെ ആണായിട്ടും പെണ്ണായിട്ടും മൂത്തതായിട്ട് ഞാനുള്ള. അപ്പോൾ അവർ എൻ്റെ അടുത്ത് വന്ന് നിൽക്കുകയാണ് കേട്ടോ. അപ്പം ആ ഒരു സംഭവം ക്ലിയർ ആയില്ലേ? ഞാൻ എൻ്റെ 2 മക്കളും തന്നെ എന്നും ഇവിടെ ഒറ്റയ്ക്ക് ഉണ്ടാവില്ല. അവർ ഇപ്പോഴാണ് വന്നിരിക്കുന്നത്. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ കമൻറ്റ് ബോക്സിൽ ഞാൻ ആ കമൻറ്റ് ഹൈഡ് ചെയ്ത് വെച്ചിട്ട് എനിക്ക് തോന്നിയത് നല്ല കമൻ്റ് അല്ല. സ്ഥിരമായിട്ട് എപ്പോഴെപ്പോഴും ഇടയിമലാലിട്ട് ഇങ്ങാണ്ട് നിൽക്കുക. ആദ്യം ഒരു കമൻറ്റ് വന്നിരുന്നത് എന്താണെന്നറിയോ? എനിക്ക് തോന്നി എൻ്റെ അറിയുന്നവരാരോ നമുക്ക് മനഃപൂർവ്വം പണി തരികയെന്ന് പറയുന്നത്, അങ്ങനെ പണി തരാൻ വേണ്ടിങ്ങാണ്ട് ഇട്ടതാണെന്നുള്ളത് തോന്നിയിട്ടാ. എന്താ അവളുടെ കളിയും ചെറിയും എന്താണ് വീഡിയോയിൽ എന്തോ ആണ് അവള് ചിരിച്ചിങ്ങാണ്ടും കളിച്ചിങ്ങാണ്ടും. എന്താപ്പം അവളുടെ അവസ്ഥ, എന്താപ്പം കളിയും ചെറി. ഞാൻ ഈ വീഡിയോയിൽ എന്ത് കളിയും ചെറി. ഞാനിപ്പോൾ എൻ്റെ ഉമ്മാൻ്റെ അനിയത്തിൻ്റെ കുട്ടികളുണ്ടാകുമ്പോൾ അവരൊന്ന് ഇങ്ങനെ വീഡിയോ എടുക്കും, അതൊന്നും വീഡിയോയിൽ കാണിക്കാന്നല്ലാതെ ഞാൻ വേറെ എന്തായാലും കളിയും ചെറിയായിട്ട് ഞാൻ എടുക്കുന്നത്. അങ്ങനെ സ്ഥിരമായിട്ട് വന്നുങ്ങാണ്ട് നിൽക്കട്ടെ. ഭയങ്കര കളിയും ചെറിയാണ്. ഒരു രസമില്ല വീഡിയോ കാണാൻ. എന്തൊരു കളിയും ചെറിയാണ്, ബോറും വീഡിയോ. അതിങ്ങനെ ഒരേ സംഭവം ഇങ്ങനെ വന്നുങ്ങാണ്ട് നിൽക്കാന് ഒരേത്. അത് പല അക്കൗണ്ടിൽ നിന്ന് ഇങ്ങനെ വന്നുങ്ങാണ്ട് നിൽക്കാന്. അപ്പോൾ അത് ഞാൻ എന്ത് ചെയ്ത് ഹൈഡ് ചെയ്ത് വെച്ച്. അങ്ങനത്തെ കമൻറ്റ് നമുക്ക് വരിക തന്നെ വേണ്ട. നമുക്ക് വിഷമം തട്ടുന്ന കമൻറ്റ് ഇതിലേക്ക് വരികയെന്ന് തോന്നിയാൽ നമുക്ക് ഹൈഡ് ചെയ്ത് വെക്കാം. ഇപ്പം അങ്ങനെ സംഭവം ഉണ്ട് യൂട്യൂബിൽ, ഹൈഡ് ചെയ്ത് വെക്കാം. പിന്നെ അവരെ കമൻറ്റ് നമുക്ക് വരിക തന്നെ ഇല്ല കേട്ടോ. പക്ഷെ പറഞ്ഞോളിയും ബോറാണ്, രസമില്ല വീഡിയോ കാണാൻ, എന്തൊരു അങ്ങനെയൊക്കെ പലതും പറയാമല്ലോ. രസമില്ല, ഇത് മറ്റുള്ളവരെ കൊണ്ട് മനസ്സും കൊണ്ട് സങ്കടം വരുത്തുന്ന പോലത്തെ വീഡിയോ ആണ്, കമൻ്റാണ് ഇടുന്നത് കേട്ടോ. ഞാനൊരു സംഭവം പറഞ്ഞിട്ട് നിങ്ങൾക്ക്, ഞാൻ ആദ്യം ഒരു ചാനൽ തുടങ്ങിയിരുന്നു, തിരൂർ ഫാമിലി എന്ന് പറഞ്ഞിട്ടൊരു ചാനൽ തുടങ്ങിയിരുന്നു. തിരൂർ ഫാമിലി എന്ന് പറഞ്ഞിട്ട് ചാനൽ തുടങ്ങിയപ്പോൾ ഞാൻ മോനോട് ഇറങ്ങി അത് ഞാൻ എൻ്റെ മൂത്തച്ഛൻ്റെ മോനും കൂടിയായിരുന്നു തുടങ്ങിയിരുന്നത്. അത് പല കാരണവശാലും അത് ഞാൻ ആ വീഡിയോ ചാനൽ നിർത്തി. അതിലിപ്പോൾ നിർത്തിയാൽ എനിക്ക് സങ്കടമില്ല കേട്ടോ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ വ്യൂവേഴ്സ് ഉണ്ടായിട്ടില്ല. നമ്മളിപ്പോൾ എത്ര വീഡിയോ ഇട്ടാലും നമുക്ക് വ്യൂവേഴ്സ് ഇല്ലാതെ അത് ഞാൻ പിന്നെ അങ്ങനെ നിർത്തി. പിന്നെ പല കാരണങ്ങൾ പറയാതിരിക്കുകയാണ് നല്ലത്. അത് വേറൊരു സങ്കടങ്ങളാണ്. നമ്മളങ്ങോട്ട് പറയല്ലേ, മനസ്സും കൊണ്ട് കുത്തി നോവിക്കാന്നല്ല, അങ്ങനെ ഒരുപാട് കാര്യങ്ങളും കൊണ്ട് കുത്തി നോവിച്ച അതൊരു സൈഡിൽ കിടക്കുന്നുണ്ട്. അത് അങ്ങനെ കേട്ടോ. അങ്ങനെ അത് ഞാനതുകൊണ്ട് ഒഴിവാക്കി. എന്നിട്ടാണ് പിന്നെ ഞാൻ ഈ ചാനൽ തുടങ്ങിയത്. ഈ ചാനൽ തുടങ്ങിയിട്ട് ഞാൻ എൻ്റെ മോനോട് പറഞ്ഞു. അത് പിന്നെ അത് നിർത്തിയിട്ട് പിന്നെ എൻ്റെ മാപ്പിള എന്നോട് പറഞ്ഞ്, എനിക്ക് തുടങ്ങണമെങ്കിൽ തുടങ്ങിക്ക്, എൻ്റെ സന്തോഷം. ഞാൻ എൻ്റെ പിള്ളേർ ഇവിടെ ഒറ്റയ്ക്ക്. അപ്പോൾ എനിക്ക് എന്തെങ്കിലും ഒരു ഇത് വേണ്ട, ഒരു എൻ്റർടൈൻമെൻ്റ് ആയിട്ട് ഞാൻ വിചാരിച്ചിട്ട് ചെയ്ത് ക്ലിക്കാവുന്നു. സത്യം ഞാൻ പറഞ്ഞു, ഞാൻ എൻ്റെ ചാനൽ ഞാൻ ക്ലിക്കാവുന്നു. 1000 ആൾക്കാർ പോലും എൻ്റെ ചാനൽ കാണുന്നു ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ. മനസ്സിൽ പോലും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല എൻ്റെ ചാനൽ ഇങ്ങനെ കാണുന്നുള്ളത്. അങ്ങനെ രണ്ടാമത്തെ ഒരു ചാനൽ തുടങ്ങിയിട്ട് ഞാൻ ഷോർട്സാണ് ഇങ്ങനെ ഇട്ടുങ്ങാണ്ട് ഇരിക്കണത്. ഷോർട്സ് ഇട്ടുങ്ങാണ്ട് ഇരിക്കും. അങ്ങനെ കുറേ ഷോർട്സ് ഇങ്ങനെ ടൈമിലാലും ഞാൻ ഇടും കേട്ടോ. അവനെ
ആദ്യം 1K വ്യൂവേഴ്സായി ഷോർട്സ്. ആദ്യം 20 വ്യൂവേഴ്സായി, പിന്നെ അത് 25 പിന്നെ അത് 30 പിന്നെ അത് 1K ആയിട്ടാ. പിന്നെ അത് 2K അങ്ങനെ വരാൻ തുടങ്ങി. ഷോർട്സ് മേൽ ഞാൻ ഇങ്ങനെ ഇടുമ്പോൾ പിന്നെ അത് 2K കുറയാതായി. ഇതിങ്ങനെ 2K 4K അങ്ങനെ ആയിട്ടാ. 4K അല്ല 2K അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ലാതെ വെറും 2K 2500 അങ്ങനെ നിൽക്കും. പിന്നെ സ്പാമാവും, പിന്നെ അവിടെ നിൽക്കൂല. പിന്നെ അങ്ങനെ ഒരു പ്രാവശ്യം ഇതുപോലെ 3K വീഡിയോ ആയിട്ടാ. അതിൽ ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ കരഞ്ഞു പോയി. ഞാനിങ്ങനെ പ്രതീക്ഷിച്ചിട്ടില്ല എൻ്റെ വീഡിയോ ഇങ്ങനെ ആൾക്കാർ കാണാൻ. ഒരുപാട് ലൈക്കും കമൻറ്റൊക്കെ കിട്ടി 3K ഷോർട്സിൽ. അങ്ങനെ എന്നോട് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞ് ഇനി ഫൈറൂസ് ഡൈമേ ലൈഫ് ഇട്ടോക്ക്, ലോങ് വീഡിയോ ഇട്ടോക്ക് എന്ന് അറിഞ്ഞിട്ടാണ് ഞാൻ ലോങ് വീഡിയോ ഇട്ടത്. ഇട്ട് ഇതേമാതിരി തന്നെ 300 ആൾക്കാർ. നമ്മളിപ്പോൾ ഷോർട്സ് കയറണ മാതിരി ലോങ് വീഡിയോ കയറണമെന്നില്ല. അങ്ങനെ 300 ആൾക്കാർ 400 ആൾക്കാർ അങ്ങനെ കണ്ട ആ ഡൈമേ ലൈഫ് ഇടുമ്പോൾ ഇട്ടാ അതിൽ അങ്ങനെ അതുപോലെ അങ്ങനെ കാണുന്നെ. അങ്ങനെ ഇതുമാതിരി ഒരു പ്രാവശ്യം ഞാൻ എന്ത് ചെയ്ത് എനിക്കിങ്ങനെ തോന്നി, ഇങ്ങനെ ഒരു കഥ വെറുതെ ഒരു കഥ എഴുതിയിട്ട് ഞാൻ നല്ല ഇങ്ങനെ ഇരുന്നുകാണ്ട് എഴുതും. വെറുതെ ഇരുന്നിട്ടായാലും എന്തായാലും എൻ്റെ സങ്കടങ്ങളും സന്തോഷങ്ങളൊക്കെ ഞാനൊരു നോട്ടിക്കിൽ എഴുതി വെക്കട്ടെ ചെയ്യുക. അത് അയിമ തീർന്നാൽ മതിയല്ലോ എന്ന്. പിന്നെ ഞാൻ കൂടുതൽ ഞാൻ പറയും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായിട്ടും ഉമ്മായിട്ടും ഉപ്പായിട്ടും ഒക്കെ ഇപ്പോൾ ഉള്ളത് എൻ്റെ ഇക്കാനോട് ഞാൻ പറയും എല്ലാതും. അതിനിപ്പോൾ എൻ്റെ പൊട്ടത്തേരങ്ങളായിക്കോട്ടെ, എൻ്റെ എന്തെങ്കിലും ഇതായിക്കോ, എന്തായാലും ഞാൻ ഇക്കാനോടെ ഞാൻ പറയില്ല കേട്ടോ. എൻ്റെ നോട്ടുക്കും അങ്ങനെ എല്ലാം ഞാൻ അങ്ങനെ നോട്ട്സിൽ ഇതിലൊക്കെ ഞാൻ വേറെ ഒരാളോട് ഞാൻ പറയില്ല. കാരണം നമുക്ക് ഒരു പ്രാവശ്യം നമ്മളെ ചതിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആരെയും ഒരു വിശ്വാസം നമുക്ക് നഷ്ടപ്പെട്ടാൽ പിന്നെ നമ്മൾ ആ വിശ്വാസം നേടിയെടുക്കാൻ പോകില്ലല്ലോ. അങ്ങനെ ഞാൻ ഒരാളോട് ഞാൻ പറയൂല. എൻ്റെ ഒരു സങ്കടം ഞാൻ പറയില്ല, സന്തോഷം ഞാൻ പറയൂല. ഞാൻ ശരിക്കും എൻ്റെ സ്റ്റാറ്റസ് പോലും ഇടൂല കേട്ടോ. സന്തോഷം വന്നാലും ഇടൂല, സങ്കടം വന്നാലും ഇടൂല. എൻ്റെ അവസ്ഥ അങ്ങനെ. ഇടയ്ക്ക് എനിക്ക് ഇടണമെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ തന്നെ ഞാൻ ഇട്ടിട്ടുണ്ടെങ്കിൽ പല ചോദ്യങ്ങൾ. അപ്പം എന്താണ് സ്റ്റാറ്റസുമ്പോൾ കയറിയിരിക്കണല്ല, അങ്ങനെയാണല്ലോ എങ്ങനെയാണെന്ന് അറിയാണ്ട് പിന്നെ ഞാൻ ചടച്ചിട്ട് ഞാൻ അവിടെ നിർത്തും. അങ്ങനെ സംഭവം ഉണ്ട് കേട്ടോ. അങ്ങനെ ഇതുമാതിരി എനിക്കിങ്ങനെ തോന്നി, ഇങ്ങനെ ഒരു കഥ ചെറുതായിട്ടൊരു കഥ എഴുതിങ്ങാണ്ട് ഇട്ടാലോ എന്നറിയാണ്ട് അങ്ങനെ തോന്നിയിട്ട് ഒരു ചെറുതായിട്ടൊരു 3 മിനിറ്റ് 4 മിനിറ്റ് 5 മിനിറ്റിൻ്റെ അങ്ങനെ കഥയൊക്കെ ഞാൻ എഴുതിയിട്ട് ഉടായിപ്പ് മരുമോളുടെ കള്ളപ്പനി നനങ്ങാണ്ട് ഒരു ഇതും കൊടുത്തിട്ട് ഞാനത് ഇട്ടിട്ട് ഇതേമാതിരി ഞാൻ തന്നെ സ്റ്റാൻഡുമ്മ ഇത് വെച്ചുകൊണ്ട് ഞാൻ ഇട്ടിട്ട് അത് സംഭവം പ്രതീക്ഷിക്കാതെ അതങ്ങോട്ട് കയറി. അത് 2-3 ദിവസം കഴിഞ്ഞപ്പോഴാണ് കയറിയത്. അപ്പോൾ ഞാൻ വിചാരിച്ചു, അപ്പം എൻ്റെ ഫ്രണ്ടിനോട് ഇങ്ങനെ വിളിച്ചിട്ടാണ് ഫൈറൂസ് എൻ്റെ വീഡിയോ കയറിക്കണല്ലോ ഈ കാണുന്നില്ലേന്ന് വെച്ചു. അപ്പം ഞാൻ ചോദിച്ചു എൻ്റെ വീഡിയോ കയറിയെന്ന് ചോദിച്ചു. എന്നോട് എൻ്റെ വീഡിയോ കയറിയെന്ന് വെച്ച് കണ്ടിട്ടില്ലേന്ന് വെച്ചു. നമ്മളപ്പോൾ ഷോർട്സ്മൊക്കെയാണ് നോക്കണത്. അപ്പം നോക്കിയപ്പോഴാണ് സംഭവം എൻ്റെ വീഡിയോ കയറിയിരിക്കണേ. അത് 1 ലക്ഷം 2 ലക്ഷത്തിൻ്റെ ഒക്കെ പുറത്തയക്കണ സംഭവം. അതിലാണ്ട് ക്ലിക്കായി എനിക്കിൻ്റെ വീഡിയോ. അത് അങ്ങനെ ആണ്ട് ക്ലിക്കായിട്ട് എൻ്റെ ചാനൽ മോണിറ്റൈസായി. അതിമെന്നാണ് ചാനൽ മോണിറ്റൈസ് ആവണത്. ചാനൽ മോണിറ്റൈസ് ആയിട്ട് നമ്മൾ അതിൻ്റെ കാര്യങ്ങളും എല്ലാതും ചെയ്ത് അതിൻ്റെ പിന്നും കാര്യങ്ങളും ഇതൊക്കെ ചെയ്ത് ഒക്കെ എല്ലാം അതിൻ്റെ ചാനലിൻ്റെ ഫുള്ള് കാര്യങ്ങൾ നമ്മൾ സെറ്റാക്കി. അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ ഡൈമേ ലൈഫ് എടുക്കലുണ്ടായിരുന്നില്ല. ഈ അഭിനയിക്കുന്നതിനെ പറ്റിയിട്ട് ഓരോ കഥ എഴുതും, അതിനെ പറ്റി അഭിനയിക്കും, അങ്ങനെ എടുക്കട്ടെ. പിള്ളേർ സ്കൂളിൽ പോകുമ്പോൾ ഞാൻ ഒറ്റയ്ക്ക് തന്നെ പല ക്യാരക്ടറായിട്ട്, ഇമ്മായിട്ട്, ഈ താത്തായിട്ട്, അനിയത്തിയായിട്ട്, അങ്ങനെ പല ക്യാരക്ടറായിട്ട് ഞാൻ തന്നെ എടുക്കും. എന്നിട്ട് പിള്ളേരെ പഠിപ്പിക്കലും കാര്യങ്ങളും ഇതൊക്കെ കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതാക്കൂട്ടെ ഞാൻ എഡിറ്റ് ചെയ്യും. എന്നിട്ട് പിറ്റേന്ന് അപ്ലോഡ് ആവും. അത് അത്യാവശ്യം ആൾക്കാർ കാണാനും ഇതാക്കാനൊക്കെ തുടത്തിയിട്ടാണ് ഞാൻ ഇപ്പം ഇങ്ങനെ അപ്പം നിങ്ങൾ വിചാരിച്ചു ഇതൊക്കെ എന്തിനും ഇപ്പം ഞങ്ങളോട് പറയണേ. അല്ല, നമ്മൾ ചാനൽ തുടങ്ങിയതിനെ പറ്റി അറിയണമല്ല ഇങ്ങനെ സംഭവം, ഇങ്ങനെയാണ് സംഭവം എന്നുള്ളത്. ഇങ്ങനെ കമൻറ്റ് വന്നപ്പോൾ നല്ല വിഷമം തോന്നിയിട്ട് പറഞ്ഞു പോയതാണ് കേട്ടോ. അങ്ങനെയാണ് ഇപ്പം നമ്മൾ ചാനൽ ക്ലിക്കായത്. ഇപ്പം ഞാനിപ്പോൾ വീഡിയോ ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഡൈമേ ലൈഫ് ഈ നോമ്പിൻ്റെ പിന്നെയാണ് ഞാനിപ്പോൾ ഡൈമേ ലൈഫായിട്ട് ഇടാൻ തുടങ്ങിയത്. നമ്മളെ നോമ്പിൻ്റെ വീഡിയോസാണ്. നോമ്പിൻ്റെ മുന്നേ തന്നെ ഞാൻ പറഞ്ഞിരുന്നു ഞാൻ ഇങ്ങനെ അഭിനയിക്കണ ഇടൂല, നോമ്പ് കഴിഞ്ഞിട്ട് ഞാൻ ഇടുള്ളൂ, ഇൻഷാല്ല നോമ്പ് കഴിഞ്ഞിട്ട് ഇടുള്ളൂ എന്ന് ഞാൻ പറഞ്ഞിരുന്നു. നോമ്പിൻ്റെ നമ്മൾ ഡൈമേ ലൈഫ്. അപ്പോൾ ഈ ഡൈമേ ലൈഫ് ഇട്ട് ഞാൻ നിങ്ങളോട് ഇപ്പം ഇങ്ങനെ സംസാരിക്കണ്ടല്ലോ, അതിൽ ഡൈമേ ലൈഫിൽ ഓരോ ഇതായിട്ട് പിന്നെ ആ കുട്ടിനെ കളിപ്പിക്കണതൊക്കെ ആയിട്ട് എന്താണെന്നറിയില്ല, അറിയണ ആളാണോ എന്താണോ എന്നറിയില്ല. ഭയങ്കര വർത്താനം ഈ കമൻ്റ് ഇടയിൽ എന്താ കളിഞ്ചെറി ഞാൻ പിന്നെ എന്താ വേണ്ടി, ഞാൻ കരയണോ? കരഞ്ഞിരുന്ന ഒരു ഫൈറൂസ് ഉണ്ടായിരുന്ന ഒരു കാലത്ത്
വെറും കണ്ണീരായിരുന്നു. ഇപ്പോഴും ഉണ്ട് വിഷമങ്ങളും സങ്കടങ്ങളും വേവലാതിയും വേജാറ് എല്ലാതും ഉണ്ട്. ഇല്ലാത്ത മനുഷ്യന്മാരുണ്ടാ? നമുക്ക് ഇല്ലാത്ത മനുഷ്യന്മാരുണ്ടല്ലോ. അത് വെച്ചിട്ട് നമ്മളിങ്ങനെ ഇനിയിപ്പോൾ ഒരു എന്താണ് വീഡിയോയിൽ നമ്മളിങ്ങനെ പറയാൻ പറ്റുമോ, ഇങ്ങനെ കരയാൻ പറ്റുമോ? 4 മണിക്കൂർ ഇങ്ങനെ വിഷമിച്ചിങ്ങാണ്ട് ഹലോ അസ്സലാമലൈക്കും എന്തൊക്കെയുണ്ട് വിശേഷം ഞാൻ അങ്ങനെ അയഞ്ഞാൻ കഴിഞ്ഞായിട്ട് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ കാണൂല, ആരും കാണൂല. പ്രതീക്ഷിക്കാതെ ക്ലിക്കായ ചാനലാണ് അത്. ഞാൻ അങ്ങനെ നിർത്തലാക്കേണ്ട ആവശ്യമില്ലല്ലോ. 19,000 ഈ 19,000 ഉള്ളിലും ഞാൻ ഒന്നും ഞാൻ ആഘോഷിച്ചിട്ടില്ല. ചിലവർ എന്നോട് പറഞ്ഞു 1K, എൻ്റെ ഫ്രണ്ട്സുകൾ എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു എടി എനിക്ക് 1K ആയി, ഇജ് എന്താണ് കേക്ക് മുറിക്കണീ, 2K ആയിട്ട് വിളിച്ചറിഞ്ഞു, 4K ആയിട്ട്, അങ്ങനെ എല്ലാ ഇതിലും എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ട് അറിയാം എടിച്ച് എന്താ വെച്ചാൽ അത് മാത്രം ചെയ്യാത്തത് ഞാൻ ചെയ്തിട്ടില്ലായിരുന്നു. ഇപ്പം എത്തി നമ്മുടെ ചാനൽ 19,000 അയക്കണം. ഇന്നോട് പോലും ഞാൻ ചെയ്തിട്ടില്ല കേട്ടോ. അത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് ചെയ്യാൻ തോന്നിയിട്ടില്ല. അതാ നമ്മളിപ്പോൾ എന്ത് ചെയ്തിപ്പോൾ കണ്ടില്ല കമൻറ്റിൽ, ഇപ്പം നമ്മളിപ്പോൾ എന്ത് ചെയ്താലും അത് അറിയുന്ന ആളാണ് എന്താണ് നിങ്ങളെ മുഖത്ത് നോക്കിയിട്ട് ഒരാൾ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഈ കൊറോണ ടൈമിൽ എനിക്ക് വന്നത് പിരാന്താണെന്ന് പറഞ്ഞ് നിങ്ങളെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആരെങ്കിലും നിങ്ങളെ മുഖത്ത് ഒരാൾ നമ്മളെ മുഖത്ത് നോക്കിയാണ്ട് ഹേർട്ട് ചെയ്ത വർത്തനം നമുക്ക് നമ്മൾ എത്രത്തോളം താത്തി കെട്ടാൻ പറ്റുമോ, എത്രത്തോളം ഒരു മനുഷ്യന്മാരെ മുന്നിൽ അവഗണിക്കാൻ പറ്റുമോ, അങ്ങനെയും പറഞ്ഞിട്ട് ഒറ്റയ്ക്ക് ഇരുന്ന് കരഞ്ഞ് തളർന്നീന്നൊരു കാലം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ച് ഒരാളെ മുന്നിൽ കറിയില്ല, ഒരാളെ മുന്നിൽ നമ്മളെ സങ്കടം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്നറിയാം, അവർ ഇരുന്ന് ചിരിക്കുക ചെയ്യുന്നത്. അവർ നമ്മളിങ്ങോട്ട് മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ചിരിക്കോ അവർക്ക് അങ്ങനെ ആയി. എൻ്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞ ആൾക്കാരുണ്ട് എനിക്ക് എന്നും ബുദ്ധിമുട്ടുകളാണ്, എന്നും സങ്കടങ്ങളാണ്, ഞങ്ങൾക്ക് അതൊന്നും ഇല്ല. എനിക്ക് എന്നും ബുദ്ധിമുട്ടും എന്നും സങ്കടങ്ങളാണ്, ഞങ്ങൾക്ക് അതൊന്നും ഇല്ല. ഞങ്ങൾക്കൊന്ന് വെച്ചിട്ട് അങ്ങനെ സംഭവങ്ങളൊന്നും ഇല്ല. ഓരോരോ അവസ്ഥകളില്ല, അതൊക്കെ നമ്മൾ മുഖത്ത് നോക്കി പറയുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന സങ്കടങ്ങൾ എത്രയെന്നറിയാം. അതുപോലെയാണ് ഇപ്പം ഇങ്ങനത്തെ ഈ ഒരു സംഭവം വന്നത്. ചിരിച്ചാലും കുറ്റം, കരഞ്ഞാലും കുറ്റം, എല്ലാത്തിനും കുറ്റം. ഇതുപോലെ ഒരു കൊല്ലം നോമ്പിന്, ആ കൊറോണ നോമ്പിന് ഫുള്ള് ഞാൻ എൻ്റെ മക്കൾക്ക് എൻ്റെ ഉമ്മ ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. എൻ്റെ മക്കൾക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാത്രി ആയിട്ടുണ്ടെങ്കിൽ അന്ന് എൻ്റെ ഉമ്മ ഉണ്ടായിരുന്നു ഇവിടെ. രാത്രി ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇന്നെ കൊണ്ടുപോവുക, എനിക്ക് രാത്രി ആകുമ്പോൾ ഒരു തരം അസുഖമായിരുന്നു. ഇന്നാണ്ട് കൊണ്ടുപോകും, ആശുപത്രിയിൽ കൊണ്ടുപോകും, കുൾക്കൂസേറ്റും വരും, പിന്നാണ്ട് കൊണ്ടുപോകും, കുൾക്കൂസേറ്റും വരും. അങ്ങനെ ഒരു ഇതായിരുന്നാണ്. എന്നിട്ട് എൻ്റെ മുഖത്ത് നോക്കിയിരുന്ന ഒരു ലെവൽ ഞാൻ കളിക്കൂല്ല, അന്ന് ചിരിക്കൂല്ല, കളിക്കൂല്ല, ഒന്നുമില്ലാത്തൊരു ലെവലിൽ ഒരേ ഒരു ഇരുത്തായിരുന്നു. ഒരേ ഒരു ഇരുത്തായിട്ട് അങ്ങനെ കുറേ സങ്കടപ്പെട്ടു. ഞാൻ വിചാരിച്ചു എൻ്റെ മക്കളൊന്ന് കൊഞ്ചിക്കാൻ പാലും എന്നിട്ട് പോലും എൻ്റെ മുഖത്ത് നോക്കി കളിയാക്കിയിരുന്ന ആൾക്കാരുണ്ടായിരുന്നു. എൻ്റെ മുഖത്ത് നോക്കിയിട്ട് അതൊരു നല്ല പെട പഠിച്ചാലും ഓളെ സൂക്കട് മാറും, അല്ലെങ്കിൽ ഒരു മടലും പത്തിയിട്ട് കണ്ട് ഓളെ അടിച്ചാലും ഓളെ സൂക്കട് മാറും. അവൾ അങ്ങനെയാണ്, ഓളെ അഭിനയിക്കുകയാണ്, ഓളെ അങ്ങനത്തോളാണ്, ഇങ്ങനത്തോളം. എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞിരുന്ന അവസ്ഥകൾ ഉണ്ടായിരുന്നിട്ടാ. അന്ന് ഞാൻ ഈ കരച്ചിൽ തന്നെയായിരുന്നു, വെറും കരച്ചിൽ വെച്ചാൽ വെറും കരയലായിരുന്നു. ഇവരൊക്കെ എന്തിനാണ് ഇന്നിങ്ങനെ പറയുന്നതെന്ന് ഞാൻ ചിന്തിച്ചിരുന്ന അവസ്ഥ ഉണ്ടായിരുന്നു. എന്ത് കാര്യത്തിനാണ് പറയുന്നതെന്ന് ഞാൻ ചിന്തി. നല്ലൊരു ഡ്രസ്സ് ഇട്ടാൽ പറയും, ആള് കണ്ടില്ല നല്ലൊരു ഡ്രസ്സ് ഇട്ടുങ്ങാണ്ട് പോണെന്ന് പറഞ്ഞ് അങ്ങനെ പറയും. ഇപ്പം ഈ കമൻറ്റിൽ ആരാണ് കമൻറ്റിൽ പറഞ്ഞിരിക്കുന്നത് അറിയില്ല, പക്ഷെ എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞ ആൾക്കാരുണ്ട് എന്തോ ഒരു ചീറിയും കളിയാണ്, എന്തോ ഒരു ഇതാണ്. പക്ഷെ അതേപോലത്തെ ഒരു കമൻറ്റാണ് ഇതിലും വന്നിട്ടുള്ളത്. എന്തോ ഒരു ചിരിയും കളയാണ്. ഞാനത് ഹൈഡ് ചെയ്ത് വെച്ചതാണ്. ഞാൻ ആ ഹൈഡ് ചെയ്ത് ഡിലീറ്റ് ചെയ്ത് കാണുമ്പോൾ തന്നെ കൊണ്ട് തല പെരുക്കുകയാണ്. അത് കാണുമ്പോൾ തന്നെ ഞാൻ ഹൈഡ് ചെയ്ത് ഞാൻ ഡിലീറ്റ് ആക്കിയത് തന്നെ കേട്ടോ. അങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. എന്നിട്ട് ആ ഒരു സംഭവം അസുഖവും കാര്യങ്ങളൊക്കെ മാറിയതിന് ശേഷം എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ട് എനിക്ക് കൊറോണയുടെ സമയത്ത് പിരാന്തുമായി എന്ന് പറഞ്ഞിട്ട്. എൻ്റെ മുഖത്ത് നോക്കിയിട്ട് എനിക്ക് പിരാന്തായി എന്ന് പറയുമ്പോൾ എത്രത്തോളം വിഷമം ഉണ്ടാവും, എത്രത്തോളം ആലോചിച്ചൊക്കെ നിങ്ങളെ മുഖത്ത് നോക്കിയിട്ട് ഒരു മനുഷ്യന് പറയുകയാണ് എനിക്ക് പിരാന്തായി എന്ന് പറയുമ്പോൾ എത്രത്തോളം വിഷമം ഉണ്ടാവും. ഒരു മനുഷ്യന് എത്രത്തോളം ഒരു മനുഷ്യനെ താത്തി കെട്ടാൻ പറ്റും, എത്രത്തോളം ഒരു മനുഷ്യന്മാരുടെ ഇടയിലിട്ട് വഷളാക്കാൻ പറ്റും, എത്രത്തോളം ഒരു മനുഷ്യന്മാരുടെ അടുത്ത് കളിയാക്കാൻ പറ്റും. അങ്ങനെ തന്നെ കളിയാക്കിയിട്ട് അതിനൊക്കെ ഇങ്ങോട്ട് തരണം ചെയ്ത് വന്നിട്ട് ഞാനിപ്പോൾ ഈ ചാനൽ ഇങ്ങോട്ട് തുടങ്ങി അതിനൊക്കെ ഇങ്ങോട്ട് തരണം ചെയ്ത്
ചെയ്തു വന്ന് ഇങ്ങനെ എത്തിയത്. ഇപ്പോഴാണ് ഞാൻ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും സങ്കടങ്ങൾ ഇല്ല എന്നല്ല പറഞ്ഞു. കളിയുണ്ട്, ചെറിയുണ്ട്, തമാശ ഉണ്ട് എല്ലാം. എന്നാലും ഉള്ളിൽ ഭയങ്കര സങ്കടം. എന്നാലും ഞാൻ പുറത്തേക്ക് ഇങ്ങനെ ചെറിയും കളിയുണ്ട്. ഇതില്ലാത്തൊരു സംഭവം ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വാടക വീട്ടിലാണ്. പൊതുവെ ഞങ്ങളിപ്പോൾ 4 കൊല്ലമായിട്ട് ഞങ്ങൾ വാടക വീട്ടിൽ വന്നിട്ട് അതിൻ്റെ പുറമെ കുറേ കളിയാക്കളേല് അവരിഞ്ഞി കാലാകാലം കയറ്റി തന്നെ ഇല്ല. അവർക്ക് വീട് തന്നെ ഉണ്ടാവില്ല. അത് വേറൊരു കളിയാക്കൽ. എല്ലാതും ഇനി ഒരു ഒരു പെണ്ണിനെ ഇട്ടുങ്ങാണ്ട് ഒരു ഫാമിലിനെ ഇട്ടിട്ട് കളിയാക്കാനും കുറ്റപ്പെടുത്താത്തി ഒരു മനുഷ്യന്മാർ, അങ്ങനത്തെ ഒരാൾക്കാരില്ല. ഒരു മനുഷ്യനെ ഞങ്ങളെ ഈ ഒരു ഫാമിലിയിലോട്ട് ഇനി പറയാത്തൊരു മനുഷ്യന്മാരില്ല. അവരിനി ജീവിതത്തിൽ പെരന്നെ കയറ്റൂല. പിന്നെ പറഞ്ഞിട്ടുണ്ട്, മുഖത്ത് നോക്കി ഇതും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എന്ന് പെര കയറ്റിന് അന്ന് നിങ്ങളോടക്ക് വരാന്ന്. അതൊന്ന് ആലോചിച്ച അതൊക്കെ നമ്മളെ മുഖത്ത് നോക്കിയിട്ട് പറയണത് എത്രത്തോളം സങ്കടം ഉണ്ടായിട്ടുണ്ടാവും. അങ്ങനെ പറഞ്ഞ് ചവിട്ടി താത്തി ഇനി പറയാത്തതൊന്നും നമ്മളേക്ക്. അപ്പം ഇനി അറിയുന്ന ആൾക്കാരാണോ അറിയാത്ത ആൾക്കാരാണോ ഈ കമൻറ്റിൽ ഇങ്ങനെ പറയണമെന്ന് അറിയില്ല. ഇനി പിന്നെ അറിയുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിലും അല്ലാതെ വിചാരിച്ചിട്ട് ഇങ്ങനെ ഒന്നും പറയാതിരിക്കും. എനിക്ക് അത്ര പറയാനുള്ളൂ. അതും കമൻറ്റ് എങ്ങനെ വരണേന്നറിയാം, നമ്മളെ ഇതിലെ വരുന്നത് ഒരു അക്കൗണ്ടിൽ തന്നെ പല അക്കൗണ്ടിൽ നിന്ന് ഒരേ കമൻറ്റ്. അപ്പം നമുക്ക് മനസ്സിലാവുന്നത് ഒരാളെന്നെയാണ്. അത് എന്തിനോ ഏതിനോ വേണ്ടി എന്ത് കാര്യത്തിനാണ് ഇങ്ങനെ കമന്റ് ഇടുന്നത് അറിയില്ല കേട്ടോ. എന്നെ തളർത്താനാണോ, ഇവളിഞ്ഞി ചാനലും ഒന്ന് പൊന്തിയിട്ട് ഇനി ഇവള് വലിയ ആളാവോ എന്നുള്ള ഒരിതാണ് കേട്ടോ. അങ്ങനെ എന്തെങ്കിലും ഒരിത് വെച്ചിട്ടാണോ അങ്ങനെ കമന്റ് ഇടുന്നതെന്നുള്ള അതും ഞാൻ ആലോചിക്കും. അത് ഞാൻ ആലോചിച്ചു കേട്ടോ. ഇനി ചാനലും ഒന്ന് വലിയ ആളാവോ. ഇപ്പൊ ഞാനൊരു കാര്യം ഞാൻ വേറൊരു കാര്യം ഞാൻ പറഞ്ഞിട്ടെ. നമ്മൾ വീഡിയോ ഇട്ടാൽ തന്നെ ഇതിന് ഏണിങ്സ് കിട്ടുന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾക്ക് അത്യാവശ്യം വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ തന്നെ മാത്രമേ ഏണിങ്സ് കിട്ടുള്ളൂ. അല്ലാതെ മാസാമാസം നമുക്ക് സാലറി കിട്ടണ മാതിരി കിട്ടൂല കേട്ടോ. നമുക്ക് ഇതിമെന്ന് ചാനൽ വന്ന് നമ്മൾ വീഡിയോ ഇട്ട് അതിൽ വ്യൂവേഴ്സും കാര്യങ്ങളും ഉണ്ടെങ്കിൽ തന്നെ മാത്രം നമുക്ക് ഏണിങ്സ് കിട്ടുള്ളൂ. നല്ല കഷ്ടപ്പാടുണ്ട് ഈ ചാനൽ. ഞാൻ ചിലവർ ധാരണ ഉണ്ടാവില്ല, അവള് നല്ല വാരി കൂട്ടുണ്ട, അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ. ഈ ചാനൽ വന്ന് നമ്മൾ നല്ല പട്ടിപ്പണി എടുക്കണം എന്നറിയില്ല. ഞാനൊക്കെ അഭിനയിക്കണ ഞാനെന്നല്ല ഏതൊരു മനുഷ്യന്മാരും എടുക്കണതിന് നല്ല പട്ടിപ്പണി എടുക്കണം. അങ്ങനെ പട്ടിപ്പണി എടുത്താൽ തന്നെ നമുക്ക് എന്തെങ്കിലും കിട്ടണം എന്നുണ്ടെങ്കിൽ കിട്ടുള്ളൂ. ഞാൻ ഇപ്പം എൻ്റെ ഇതിൽ ആരെങ്കിലും പുതുതായിട്ട് ആൾക്കാർ വന്നിട്ട് എന്നോട് അറിയും തിരിച്ച് സബ് ചെയ്യുന്ന ഞാൻ നേരെ പോയി ഞാൻ സബ് ചെയ്യും. ഞാൻ സബ് ചെയ്യാതിരിക്കൂല കേട്ടോ. കാരണം എനിക്കറിയാം എത്രത്തോളം ഇതുണ്ടാവും എന്നുള്ള കഷ്ടപ്പാട് തന്നെയാണ് ഈ ചാനലിൽ വന്ന്. അപ്പം ഇനി പിന്നെ അറിയുന്ന ആൾക്കാരായാലും അറിയാത്ത ആൾക്കാരായാലും ഇങ്ങനെ എന്താണ് ഭയങ്കര കളിയും ചീറിയും തമാശയും കാര്യങ്ങൾ ഇങ്ങനത്തെ വീഡിയോ ഇടാതിരിക്കട്ടെ. സഹിക്കാൻ പറ്റണില്ല. കാരണം കാണാൻ വയ്ക്കാൻ ഒരുപാട് അനുഭവിച്ചു വന്നിട്ട് ഇപ്പോഴും ഞാൻ നിങ്ങളോട് ഞാൻ എന്തൊക്കെ സംഭവിച്ചു ഏതാണെന്ന് ഞാൻ പറയാത്ത എന്താണെന്ന് അറിയാം. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാളെ പറയും, ഓള് സിമ്പതിക്ക് വേണ്ടിയിട്ട് അങ്ങനത്തെ ഒരു വീഡിയോ ഇട്ട് കണ്ടില്ല, ആൾക്കാരുടെ നിന്ന് സിമ്പതി കിട്ടാൻ വേണ്ടിയിട്ട് ലോകം മുഴുവൻ ഓളെ ചരിത്രം പറഞ്ഞിങ്ങാണ്ട് വേറെ വരും. മറ്റെന്താ പറയല്, ഈ തലക്കൊന്നും വരും ആ തലക്കൊന്നും വരും. മനുഷ്യനക്കൊരു സ്വസ്ഥത ഇല്ലാത്ത പോലാവും. അങ്ങനത്തെ ഒരവസ്ഥ ആർക്കും അറിയില്ല. നമ്മൾ അനുഭവിക്കണം. നമ്മളെ കുറ്റപ്പെടുത്തുന്നവർ നിന്ന് കുറ്റപ്പെടുത്തും. പക്ഷെ നമ്മളെ വേദന എന്താ, വിഷമം എന്താ, സങ്കടം എന്താ, നമ്മളെ ഉള്ളിൽ എന്താണെന്നൊന്നും ഒരു മനുഷ്യർക്ക് അറിയില്ല. കളിയാക്കണവര് ഇങ്ങനെ കളിയാക്കിങ്ങാണ്ടും പരിഹസിച്ചിങ്ങാണ്ടും ഇരിക്കും. അങ്ങനത്തെ ഒരു ഇതാണ്. ഞാനിത് നിങ്ങൾ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നത്. ഞാൻ അങ്ങനെ ഒരു ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പൊ ഇതിനിപ്പോൾ ഒരുപാട് ലെങ്ത് ആയിട്ടുണ്ടാവും വീഡിയോ. അങ്ങനെ ക്ലിയർ ചെയ്യാൻ വേണ്ടി വന്നതാണ്. ഇപ്പം ഇതാണ് സംഭവം. അങ്ങനത്തെ കമൻറ്റുകൾ നിങ്ങൾ ഇട്ടോളേം. കമൻറ്റ് ഇടണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. വീഡിയോ രസമില്ല, ഇഷ്ടമില്ല. ഇനി പിന്നെ അറിയുന്ന ആൾക്കാരനെ കമൻറ്റ് ഇടുന്ന വെച്ചാൽ എന്തെല്ലാം കാര്യങ്ങളുണ്ട് അതൊക്കെ ഇട്ടോളി. ഇന്നെ അറിയുന്ന ആൾക്കാർക്ക് അറിയാം. ഇന്ന അറിയുന്ന ആൾക്കാർക്ക് നല്ലോ അറിയാം ഞാൻ എന്താണ് ഏതാണ് എന്നുള്ളത് നല്ലോ അറിയട്ടെ. പക്ഷെ ഇപ്പം ഈ കമൻറ്റ് ഇട്ട ആൾക്കാർ എന്ത് രീതിയിലാണ് കമൻറ്റ് ഇട്ടിരിക്കുന്നത്, എന്ത് ഉദ്ദേശിച്ചിട്ടാണെന്ന് എനിക്കറിയൂല. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഇതിമൊന്ന് ഇപ്പോൾ വലിയ ആളാവും അങ്ങനെ എന്തെങ്കിലും ചിന്ത ഉണ്ടായിട്ടാണോ എന്ന് എനിക്കറിയൂല കേട്ടോ. അപ്പോൾ ഇതൊന്നും ഞാൻ ക്ലിയർ ആക്കണം എന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ ഇൻഷാല്ല ഞാൻ എല്ലാം ഞാൻ പറയും എന്താണ് ഇപ്പോൾ നേരത്തെ പറഞ്ഞതിന് ചിലപ്പോൾ മിക്കവാറും
ചോദിക്കും എന്താണ് നിങ്ങൾക്ക് സംഭവിച്ചത്, ഏതാണ് സംഭവിച്ചതെന്നൊക്കെ ഇൻഷാ അല്ലാഹ് ഞാൻ പറയേണ്ട ടൈം ആയിട്ടുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളിൻ്റെ എല്ലാ കഥകളും ഞാൻ ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെയുള്ള എല്ലാതും ഞാൻ പറയണ്ട കേട്ടോ ഇൻഷാ അല്ലാഹ്. അപ്പം ഞാൻ പറയണ ഈ കമൻറ്റ് ഇട്ട ആൾ ഇത് ഈ വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ എപ്പോഴും ഞാൻ പറയുകയാണ്, ഇന്നെ സങ്കടപ്പെടുത്താനാണെന്നുണ്ടെങ്കിൽ, ഇന്നെ അറിയുന്ന ആളിനെ സങ്കടപ്പെടുത്താനാണെന്നുണ്ടെങ്കിൽ ഞാൻ സങ്കടപ്പെട്ടത് ഒരുപാട് കണ്ടിക്കണില്ലേ, ഞാൻ കരഞ്ഞത് ഒരുപാട് കണ്ടിക്കണില്ലേ, ഇന്നെ അറിയുന്ന ആളാണെന്നുണ്ടെങ്കിൽ അപ്പം ഇനി ദയവ് ചെയ്ത് അങ്ങനത്തെ കമൻറ്റ് ഇടാതിരിക്കുക. ഇട്ടോളി വീഡിയോ രസമില്ല അങ്ങനെ ഒരുപാട്. ഇപ്പം നമ്മൾ എങ്ങനെ വീഡിയോ ഇട്ടാലും അങ്ങനത്തെ ബാഡ് കമൻറ്റ് വരാതിരിക്കൂല നമുക്ക്. പിന്നെ എല്ലാം തേഞ്ഞ ആൾക്കാരുണ്ടാവില്ലല്ലോ, അങ്ങനെ ഉണ്ടാവുമല്ലോ, അങ്ങനെയുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഇട്ടാ. അപ്പോൾ ഈ വീഡിയോ ഒരുപാട് ലെങ്ത് ആയിട്ടുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പാനോട്ട് ഹോസ്പിറ്റലിൽ നാളെ പോകുന്നുണ്ട്, നേരത്തെ വരികയാണെന്നുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് നാളെ വീഡിയോ ഞാൻ ഇടണ്ട കേട്ടോ, ഇടുന്ന് വിചാരിക്കുന്നു. പിന്നെ ഞാൻ ഈ ഹോസ്പിറ്റൽ കാര്യങ്ങളും ഞാനത് ഇടാം അടുത്ത് തന്നെ കേട്ടോ. എന്തിനാ ഉപ്പാനെ ഹോസ്പിറ്റലിൽ കാണിക്കാൻ പോകണേ, ഒന്നും ഉണ്ടാവില്ല. നമ്മളിപ്പോൾ ഈ ഹോസ്പിറ്റലിൽ കാണിക്കണം ഇതാക്കണം ഞാൻ വീഡിയോ ഇടണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ഉണ്ട്. അപ്പം നാളെ ഇൻഷാ അല്ലാഹ് നാളെന്ന് ഞാൻ പറഞ്ഞില്ല, ഇനി എന്നാണ് ഞാൻ വീഡിയോ ഇടുന്നത് അതുവരേക്കും അസ്സലാം.